ഈ സ്റ്റേറ്റ്മെന്റിൽ സീതാലക്ഷ്മി തന്നെയാണോ ഒപ്പിട്ടിരിക്കുന്നത്? അതെ. പോലീസ് ഉപദ്രവിച്ചോ? ഇല്ല. ജാമ്യക്കാരുണ്ടോ? ഇല്ല. അഡ്വക്കേറ്റ് രഘുനന്ദന മേനോൻ, സീതാലക്ഷ്മിയുടെ വക്കീലാണ്. ബെയിൽ പെറ്റിഷൻ. സ്വന്തം ജാമ്യത്തിലാണോ? യെസ് യുവർ ഓണർ, സ്വന്തം ജാമ്യത്തിൽ. ബെയിൽ പെറ്റിഷൻ ഗ്രാൻഡഡ്. അയ്യോ, ഒമേഗ ട്രാവൽസ്. വരട്ടെ, കണക്കുകളൊന്നും ബാക്കി വെക്കണ്ട. കേറ്. അകത്തേക്ക് പൊയ്ക്കോളൂ. ഇനി തൽക്കാലം അങ്ങോട്ടും പോണില്ല. എനിക്ക് പോണം. അപ്പൊ കേസ് നടത്തണ്ടേ? എന്റെ സ്വന്തം ജാമ്യത്തിലാ വിട്ടേക്കണേ. പറയണ സമയത്ത് കോടതിയിൽ ഹാജരായില്ലെങ്കിൽ ഞാൻ പോയി കിടക്കണം അകത്ത്. അത് മറക്കണ്ട. എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. അകത്തേക്ക് പോവാൻ. എടോ വീരപ്പ, തോക്കൊക്കെ തുടച്ച് നിറച്ചു വെച്ചിട്ടുണ്ട്. എന്താന്ന് ശിക്കാറുമുണ്ടോ? ആ, ഒരു ശിക്കാരി ചിലപ്പോ ഇവിടെ നടക്കും. റെഡിയായിരുന്നു. സീതാലക്ഷ്മി ഞങ്ങളെ കുറേട്ട് ഓടിച്ചു. ഹലോ, ഞാൻ നാസർ. രഘുനന്ദന മേനോൻ അല്ലേ? ആ, സീതയെ ഞങ്ങൾ കൊണ്ടുപോകുന്നു. സീത, വണ്ടി കയറ്. ഞാൻ വരില്ല. നിങ്ങളുടെ സ്വർണം ഞാൻ തിരിച്ചു തരാം. സ്വർണമല്ലല്ലോ പ്രശ്നം. ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം ഒരു മടിയില്ലാതെ കടലിൽ മുക്കിക്കളന്ന് ഞങ്ങള് 4 സ്വർണ്ണ ബിസ്ക്കറ്റിന് വേണ്ടി ഇത്ര കാശും സമയം ചെലവാക്കുന്ന കരുതിയ ചതി. ഞങ്ങൾക്ക് ജീവനേക്കാൾ വലുത് വിശ്വാസമാണ്. ചതിക്കുന്നവർക്ക് മാപ്പില്ല. അതൊരു പൈസയുടേതായിരിക്കും. വിടില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരാളെ. ഞാൻ ഒരിക്കലും നിങ്ങളുടെ രഹസ്യങ്ങൾ പുറത്തു പറയില്ല. നിവർത്തിയോടുകൊണ്ട് ചെയ്തു പോയതാ. നാസർക്ക് എന്നെ അറിയില്ലേ? ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് ഫലമില്ല. ഞാനും സീതയെ പോലെ ഒരാൾ. ബോസിനെ കണ്ട് പറയൂ. ബോസ് തീരുമാനിക്കട്ടെ. എന്നാ സമയം കളയണ്ട, പോകാം. സോറി മിസ്റ്റർ നാസർ, സീതയെ ഇപ്പൊ വിട്ടുതരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോട് സ്നേഹമില്ലാഞ്ഞിട്ടാ. ഇത് ചീത്തയാക്കരുത്. ആരെതിർത്താലും ഞങ്ങൾക്ക് അവളെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല. പിടിച്ചു കയറ്റോളെ. മിസ്റ്റർ നാസർ, അരുത്. കുഴൽപ്പണവും കള്ളക്കടത്തും ഒന്നും ചെയ്യണ കൈ അല്ലത്. തൂമ്പയെടുത്ത് നന്നായി കിളക്കണ കയ്യാ. ഒരു കിള കിളച്ച പ്രശ്ന. പോരാത്തതിന് പലരെയും കിളയ്ക്കാൻ കൈ തരിച്ചു നിൽക്കണ സമയ. മര്യാദക്ക് മാറടാ.
പറഞ്ഞ തീരെ മനസ്സിലാവില്ലെന്ന് വെച്ചാ പിന്നെ എന്താ ചെയ്യാ? നിങ്ങളുടെ സ്വർണം. പിന്നെ ബോസിനോട് ക്ഷമയും മാപ്പും പറഞ്ഞൊരു കത്ത് അയക്കാമെന്ന് പറ, ബൈ മെയിൽ. പക്ഷെ കളി അങ്ങ് തമിഴ്നാട്ടിൽ വെച്ചാ മതി, ഇവിടെ വേണ്ട. പോടാ. പോയോ? കണ്ടതൊന്നും സത്യമല്ലായിരിക്കാം. എന്നോട് പറഞ്ഞൂടെ സത്യം എന്താന്ന്? ചില സത്യങ്ങൾ ചിലപ്പോ തുറന്നു പറയാൻ പറ്റിയില്ലെന്ന് വരും. സഹിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നിടത്തെ സ്നേഹം നിലനിൽക്കൂ. അതൊക്കെ എനിക്കറിയാം. അവിടുന്ന് പോരുമ്പോ മരിക്കണം തോന്നി എനിക്ക്. ഇത്ര നാളെ എന്നെ വന്നൊന്ന് കാണുക, 2 വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കുക, അത്രയെങ്കിലും കാരുണ്യം കാണിച്ചൂടെ? അതിലും വേണോ ഈഗോയിസം? എന്റെ അമ്മ പറഞ്ഞതാണ് ശരി. ഒരിക്കലും ഒരു പുരുഷനെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്. ഒരു പരിധി വിട്ട് സ്നേഹിക്കുകയും ചെയ്യരുത്. നിന്റെ അമ്മ പറയണത് കേട്ടാ ഒടുവിൽ നിനക്ക് രഘുവിനെ നഷ്ടപ്പെടും കുട്ടി. ലേഖ കൊച്ചുകുട്ടിയൊന്നുമല്ല. കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാനുള്ള അറിവും പഠിപ്പും അവക്കുണ്ട്. എത്ര അറിവും പഠിപ്പും ഉണ്ടെങ്കിലും കാള പെറ്റൂന്ന് കേട്ട് കയറെടുക്കണവരുണ്ട്. അമ്മായി ഇപ്പൊ അതാ ചെയ്തേക്കണേ. ഓഹോ, നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. എടി, വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത പെണ്ണിനെ ജാമ്യത്തിലെടുത്ത് അവളുടെ കയ്യും പിടിച്ച് പാലക്കാട്ട് ടൗണിൽ കൂടെ ഒരു പ്രകടനം നടത്തി നിന്റെ അനുജൻ. പെറ്റത് കാളയോ പശുവോ? ഏതായാലും ഞാനൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഈ വിവാഹം നടക്കില്ല. അമ്മായി എങ്ങനെ എന്തെങ്കിലും കേട്ടു എന്ന് പറഞ്ഞ് ഒരു തീരുമാനം എടുക്കരുത്. രഘുവിനെ ഞാൻ കൊണ്ടുവരും. സത്യസ്ഥിതി അറിഞ്ഞിട്ട് എന്താ വെച്ചാ തീരുമാനിക്കാം. ഇനി സത്യം അസത്യം ഒന്നും ഞങ്ങൾക്ക് അറിയണ്ട. എന്റെ മോളെ വേറെ പെണ്ണും കുട്ടിയും ഒന്നും ഇല്ലാത്തവന് കല്യാണം കഴിച്ചു കൊടുത്തോളാം. അമ്മായി പറയണതിൽ എന്താണ് തെറ്റ്? ലേഖയുടെ സ്ഥാനത്ത് ശ്രീകുട്ടിയാണെങ്കിൽ നമ്മൾ സമ്മതിക്കോ? കണ്ടിട്ടെന്റെ തൊലി ഉരിഞ്ഞു പോയി. ആ കണ്ട ആളുകളും വക്കീലന്മാരും കോടതിയും ഒക്കെ നോക്കി നിൽക്കേ അവൻ ആ പെണ്ണിന്റെ കൈക്ക് പിടിച്ച് വണ്ടി കയറ്റി പാഞ്ഞുപോയി. ഇതിന്റെ പേരെന്താ? ചങ്കൂറ്റോ അതോ ചെറ്റത്തരോ? ഇനി ഞാൻ എന്തൊക്കെ കാണണം എന്റെ ഈശ്വര. അമ്മ ഇനി കരഞ്ഞ് BP കൂട്ടണ്ട. നാളെ ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് നെല്ലിയാമ്പതിക്ക്. എന്തിന്? നീ പോകണ്ട. കണ്ട തേവടിച്ചിപ്പുറയിലേക്ക് നീ പോണ എന്തിനാ? അവനായി അവന്റെ പാടായി. പോഞ്ഞ കൊള്ളി പുറത്ത്. രഘുവാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വരട്ടെ അവൻ. അമ്മ ചോദിക്കേ. ഞാൻ ഇനി ചോദിക്കാനുമില്ല, പറയാനുമില്ല. എന്തിനാടാ ഇങ്ങോട്ട് വന്നേ? ആ തേവിടിച്ചേം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അതെന്താ? എന്താടാ മിണ്ടാതെ? അമ്മേ, അടുത്ത ഊഴ ആരുടെയാണ്? രഘു തയ്യാറായ വന്നിരിക്കണേ. ഏട്ടന് ശിക്ഷിക്കണ്ടേ? നീയല്ലേ ഇപ്പൊ ഞങ്ങളെയൊക്കെ ശിക്ഷിച്ചുകൊണ്ടിരിക്കണത്? എന്താ മോനെ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ? വിധിയാണ് രവിയേട്ട. വിധി തോന്നിപ്പിക്കണതാ. ഏടത്തിയമ്മയ്ക്കൊന്നും പറയാനില്ലേ? എന്തേ? പറഞ്ഞ ചിലപ്പോ നില തെറ്റിപ്പോവും. ഏട്ടത്തി ഈ വീട്ടിൽ വരുമ്പോ നീ പ്രീ ഡിഗ്രിക്ക് പഠിക്കുക. അന്ന് ഏട്ടൻ പറഞ്ഞു രഘുവിനെ മോനെ പോലെ കാണണം. ഏട്ടത്തെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പറഞ്ഞു വന്ന ആ നില മറന്ന് സംസാരിക്കണം. അത് വേണ്ട. എനിക്ക് ഈ വീട്ടിൽ താമസിക്കാമോ? ഇങ്ങോട്ട് വരാണ്ടിരിക്കുക നല്ലത്. അവളോടൊപ്പം കാട്ടി തന്നെ കഴിഞ്ഞു. ബാക്കിയുള്ളവർക്ക് മനസമാനത്തോടെ കഴിയാലോ. ഒരു രാത്രി ഞാൻ ഇവിടെ കഴിഞ്ഞോട്ടെ അമ്മേ. നാളെ വെളുത്തിട്ട് പൊയ്ക്കോളാം.
ലേഖയൊന്ന് കണ്ടിട്ട് ഇനി എന്തിനാ? അവളെ വഞ്ചിച്ചില്ലേ നീ? അതിനി നടക്കില്ല. തൃപ്തിയായില്ലേ നിനക്ക്? പൊയ്ക്കോ, പോയി അവളുടെ കൂടെ സുഖമായിട്ട് ജീവിച്ചോ. രഘു, പോട്ടെ. എനിക്ക് എന്താടാ അത്? വിഷമം കൊണ്ട് അമ്മ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് ഒക്കെ ശരിയാവും, ഒക്കെ ശരിയാവും. എന്നെ ശിക്ഷിച്ചത് മതിയായില്ലടാ നിനക്ക്? ഞാൻ ആരെയും ശിക്ഷിക്കണില്ല. എല്ലാ ശിക്ഷയും ഏറ്റുവാങ്ങല്ലേ. മനുഷ്യനാണ്, തെറ്റുപറ്റും. അതിന് ആവശ്യത്തിൽ കൂടുതൽ വേദന തിന്നണമെന്നുണ്ട്. ഇപ്പോ നീ എനിക്ക് ശത്രുവായി. ഞാൻ ആയതല്ലോ, ആക്കിയതല്ലേ. ഒരു പാവം സ്ത്രീയുടെ മാനവും ജീവിതവും മോഹങ്ങളും ഒക്കെ തകർത്തത് പറ്റിപ്പോയൊരു തെറ്റ് മാത്രമാണ് ഏട്ടന്. മനസ്സിലാക്കാം. ഇപ്പൊ നിയമത്തിന്റെയും സമൂഹത്തിന്റെയും മുന്നില് അവളെ ഒരു അഭിസാരികയാക്കി ചിത്രീകരിക്കുന്നു. അതും പറ്റിപ്പോയൊരു തെറ്റെന്ന് പറഞ്ഞ് കൈ കഴുകാണോ? പറയേ. നിന്നെ ആ സ്ത്രീയിൽ നകറ്റാൻ ഞാനത് ചെയ്തു. അതിനുവേണ്ടി ഇനിയും എന്ത് തെറ്റും ഞാൻ ചെയ്യും. അങ്ങനെ എല്ലാ തെറ്റുകളും സമ്മതിച്ചു തരാൻ രഘുവിന് ബുദ്ധിമുട്ടുണ്ട്. എന്നേക്കാൾ വലുതാണോടാ നിനക്ക് ആ സ്ത്രീ? ഇപ്പോ ഏട്ടൻ സ്വയം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീ ഇന്നെന്റെ ബാധ്യതയും ഉത്തരവാദിത്വമായിരിക്കുന്നു. എന്ത് ബാധ്യത, എന്ത് ഉത്തരവാദിത്വം? മനുഷ്യന്റെ കണ്ണീരിലും ദുരന്തങ്ങളിലും സഹതപിച്ചു പോണ ഒരു മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ ബാധ്യതയും ഉത്തരവാദിത്വവും. പിന്നെ ഏട്ടനും കൂടി ചേർന്ന് നശിപ്പിച്ച ഒരു ജീവിതം, ഏട്ടന്റെ അനിയൻ എന്ന നിലയിലുള്ള ബാധ്യത, ഉത്തരവാദിത്വം. അങ്ങനെ ഏട്ടന് മനസ്സിലാക്കാൻ പറ്റാത്ത പലതുമുണ്ട്. അവളെ അഭിസാരികയാക്കാൻ നിങ്ങളൊക്കെ കൂടി കെട്ടിച്ചമച്ചുണ്ടാക്കിയ കേസുണ്ടല്ലോ, നിങ്ങൾ കുഴിച്ച കുഴി. ആ കുഴിയിൽ വീഴാൻ പോകുന്ന ആരൊക്കെയാണെന്ന് കണ്ടോളൂ. ഞാൻ ആ കേസ് പ്രൊസീഡ് ചെയ്യാണ്. എന്റെ അന്തസ്വാഭിമാനവും. ഇനിയും അങ്ങനൊന്നുണ്ടോ? Come out! Come out, you bastard! Or I'll shoot! മാറടാ മുന്നിന്ന്. ഇവളെ ഞാൻ കൊല്ലും. ആദ്യം എന്നെ, എന്നിട്ട് ഏട്ടനെ അവളെ കൊല്ലാൻ കഴിയൂ. അവനും മടിക്കില്ലടാ ഞാൻ. എന്റെ മാനം രക്ഷിക്കാൻ ഞാൻ എന്തും ചെയ്യും. ആരെയും കൊല്ലും. ഏട്ടനത് കഴിയുമെങ്കിൽ മടിക്കണ്ട. ഡു ഇറ്റ്. ഇവളുടെ വാക്ക് കേട്ട് നീ എന്നോട് പ്രതികാരം ചെയ്യുവാണല്ലേടാ? നീ എന്നെ നശിപ്പിച്ച് അടങ്ങൂ. നീ എല്ലാരെയും നശിപ്പിക്കും. നിന്റെ ഭാവി നീ നശിപ്പിച്ചില്ലേടാ? ലേഖയെ നീ നഷ്ടപ്പെടുത്തിയില്ലേ? എല്ലാരെയും നീ മറന്നില്ലേടാ? തീർന്നോ? ഇനി ശിക്ഷയ്ക്ക് കഴിയുമെങ്കിൽ കൊല്ല്. അതിനുള്ള അധികാരവും അവകാശവും ഉണ്ടല്ലോ. പക്ഷെ ഇവളെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഈശ്വരനെ പോലെ സ്നേഹിച്ച് ആരാധിച്ചതാണ്. ഇപ്പോ ഒരു കൊലയാളിയാവാൻ പോലും മടിക്കാത്ത നിങ്ങളോട് എനിക്ക് വെറുപ്പാണ്. നിങ്ങളുടെ അന്തസ്സും അഭിമാനവും ഒന്നും എനിക്ക് പ്രശ്നമല്ല. നിങ്ങളുടെ തനി നിറം പുറത്തു കൊണ്ടുവരാതെ ഇനി എനിക്ക് ഉറക്കമില്ല. അതിന്റെ പേരിൽ ഉണ്ടാവുന്ന എന്ത് ഭവിഷ്യത്തും ഞാൻ സഹിക്കും. വാടി.